MAPAC, your perfect packaging partner. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി നഗരസഭ ആയുർവേദ ഡിസ്പെൻസറിയിൽ സൗജന്യ കർക്കിടക കഞ്ഞി വിതരണം നടത്തി. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇട്ടത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. വീടൊക്കെ പോയി മതിലായി പച്ചക്കറികളില്ല, തുമ്പ കാണാനുമില്ല. പറമ്പുകളിലൊന്നും ഒഴിഞ്ഞ തുമ്പ കറികൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് അതിലേക്ക് കിടക്കുള്ള എല്ലാവരും പറഞ്ഞു തരുന്നു. എന്തെങ്കിലും വിധത്തിൽ ഇതൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ്. അപ്പൊ എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആരോഗ്യ മുൻകരുതൽ എല്ലാവരും പ്രത്യേകം അറിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ഈ ഔഷധ കഞ്ഞി വിതരണം ഡോക്ടറെ പ്രത്യേകം അറിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അവര് കൈവശമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് അല്ലേ പേഷ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇതിനെ കുറിച്ച് കൂടുതൽ വിശ്വാസം വഹിക്കണം. അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിക്ക് അങ്കമാലി നഗരസഭ ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 3 ദിവസം നടത്തുന്ന സൗജന്യ കർക്കിടക കഞ്ഞി വിതരണം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. മഴക്കാലത്ത് മനുഷ്യരുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, വിഷാംശമില്ലാതാക്കി ശരീരത്തിന്റെ പുനരുജ്ജീവനം ഉറപ്പുവരുത്തുക, ഊർജവും പ്രഭയും വർദ്ധിപ്പിക്കുക എന്നിവയാണ് കർക്കിടക കഞ്ഞി വിതരണം ചെയ്യുന്നതിന്റെ ലക്ഷ്യങ്ങൾ. യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. അന്നത്തെ കാലത്ത് നമ്മുടെ ശരീരത്തിനെ പരിപോഷിപ്പിക്കുവാനും രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും പണ്ട് മുതലേ നമ്മുടെ മുതിർന്നവരെ ഒരു കാഴ്ചവെച്ച അല്ലെങ്കിൽ സംഭാവന ചെയ്ത ഒരു കൂട്ട് തന്നെയാണ് ഔഷധകഞ്ഞി എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ നമ്മൾ ഊന്നിയിട്ടുള്ള ഒരു കഞ്ഞി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ടൊക്കെ ഒരു ഉത്സവം തന്നെയായിരുന്നു. ഞാൻ കോളേജ് കാലത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ പറയും, ഇത് ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പറയും. ഞങ്ങളവിടെ ചെല്ലും. ഒന്നാമത്തേനെ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന കഞ്ഞി കുടിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല, കാരണം ഉപ്പില്ലാത്ത കഞ്ഞിയാണ്. മഴക്കാലത്ത് നടത്തിയ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ തുടർച്ചയായി നഗരസഭയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൊതുജന ആരോഗ്യ പരിപാലന പദ്ധതിയാണ് ഈ സൗജന്യ കർക്കിടക കഞ്ഞി വിതരണം. നമ്മുടെ ഈ തിരക്ക് ഒപിയും ഇതും കൂടി ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ശരിക്കും നല്ലൊരു ആൾക്കാർക്ക് ഇത്രയും ആകാംക്ഷയും ആഗ്രഹമുള്ള ഒരു കാര്യം ഈ വർഷമാണ് ഞാൻ ഇത്രയും മനസ്സിലാക്കിയത്. ഞാൻ 7 വർഷം കഴിഞ്ഞു ഔഷധക്കഞ്ഞി. ഞങ്ങൾ 2 വർഷമേ ആയിട്ടുള്ളൂ ഇടയിൽ കൊടുക്കാണ്ടായത്. അതാ കോവിഡിന്റെ സമയം ബാക്കി എല്ലാ വർഷവും കൊടുക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊരു സന്തോഷത്തോടു കൂടി ഈ കാര്യം അല്ലെങ്കിൽ ചെയ്യാറുണ്ടെങ്കിലും ഇത്രയും സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റിയ ഇപ്രാവശ്യമാണ്. അപ്പൊ അത് എല്ലാവരും ഒന്ന് അറിയിക്കുകയാണ്. അതിനുള്ള നന്ദി എല്ലാവരോടും പറയുകയാണ്. കഷ്ടപ്പാടും ഇന്ന് നോൺ വെജിന്റെ ഉപയോഗം വർദ്ധിക്കലും അതോടൊപ്പം തന്നെ വ്യായാമം ഇല്ലായ്മ മറ്റെല്ലാ കാരണം കൊണ്ട് നമുക്ക് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരണത്തിലാണ് ഈ കർക്കിടക മാസത്തില് നമുക്ക് ഈ ആയുർവേദ ഈ കഞ്ഞി മരുന്ന് കഞ്ഞിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നേരത്തെ സംസാരിച്ചതിൽ പറഞ്ഞു നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമ്മളിപ്പോ വർഷം മുഴുവൻ കഴിഞ്ഞു. നമ്മുടെ താലൂക്ക് ആശുപത്രി നോക്കി കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ മികാന്ന് കൊടുന്നാളാണ്, ഒരു 10-800 പേര് ഒരേ സമയം ഇവിടെ ഉണ്ട്. ചേച്ചിമാരെ കേൾക്കണ്ട, നമ്മുടെ ആശുപത്രിയിൽ ഒരു മഹിമേ നമുക്കത് മനസ്സിലാവണല്ല. 10,000 പേര് ഒരു ദിവസം നമുക്ക് ചികിത്സയിൽ പോകുന്ന ഹോസ്പിറ്റലാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ഇത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോ ആളിലേക്ക് ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്, പ്രചരണം കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആശുപത്രി നിസ്സാരമല്ല, അതിന്റെ മഹിമ നമ്മുടെ ആളുടെ അടുത്ത് നമ്മൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ആയുർവേദ ചികിത്സ, ആയുർവേദം എന്നുള്ളത് ശരീരത്തിനും മനസ്സിനും തേജസ്സും ഓജസ്സും കിട്ടുന്നതിന്. സ്ഥിരം സമിതി അധ്യക്ഷരായ TY ഏലിയാസ്, ജസ്മി ജിജോ, ജാൻസി അരീക്കൽ, ലെക്സി ജോയ്, റോസ്ലി തോമസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AB രഘു, കൗൺസിലർമാരായ ബാസ്റ്റൻ ഡി പാർക്കൽ, ജിത ഷിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പണ്ട് മുതൽക്കേ കർക്കിടക മാസത്തില് ആയുർവേദ ചികിത്സയ്ക്ക് വളരെയേറെ പ്രാധാന്യം നമ്മുടെ വീടുകളിലെല്ലാം കൊടുത്തിരുന്നു. 2018-19 കാലഘട്ടത്തിലെ പ്രളയവും അതിനോടനുബന്ധിച്ച് വന്ന രോഗങ്ങളും പിന്നീട് അങ്ങോട്ട് നമ്മൾ കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടപ്പോൾ അതില് നമുക്ക് ലഭിച്ച കുറേയേറെ രോഗങ്ങളുടെയൊക്കെ ആവിർഭാവത്തോടു കൂടിയാണ് നമ്മൾ വീണ്ടും ഇതിന്റെ പ്രാധാന്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയും അതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുകയും